ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനേക്കാളും വീരം കൂടുതലാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറ്. ബി ഉണ്ണികൃഷ്ണന്റെ പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമ കണ്ടു. ഈ സിനിമ ഉമ്മൻചാണ്ടി സാറെ വാഴ്ത്താനുള്ളതോ മറ്റുള്ള പാർട്ടികളെ ഇകഴ്ത്താനുള്ളതോ അല്ല. ഈ സിനിമയിൽ എല്ലാവർക്കും ഇട്ടിട്ടും പൊട്ടിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തന്നത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മളേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന, നമ്മളേറ്റവും കൂടുതൽ നമ്മളോട് ദ്രോഹം ചെയ്യുന്ന നമ്മുടെ മുഖ്യധാര മാധ്യമ ധർമ്മമാണ്. ഈ നെറുകെട്ട മാധ്യമ ധർമ്മം നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടേയില്ല. പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമയിൽ മാധ്യമധർമ്മത്തിനെതിരെ, അതുണ്ടാക്കുന്ന വിപത്തിനെതിരെ, അത് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഇൻവോൾവിനെതിരെ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല വെടിപ്പായിട്ട് തന്നെ അതിൽ അഭിനയിച്ച ആളുകൾ നമ്മളെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. ഇതിലെ കൊമേഴ്സ്യൽ ചേരുവകൾ ഒന്നും തന്നെ ഇല്ല. ആക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള മാസ് രംഗങ്ങളോ ഒന്നും തന്നെ പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമയിലില്ല. നമ്മൾ കണ്ട, അല്ലെങ്കിൽ കുറച്ചു കാലം മുന്നേ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ട പല കാര്യങ്ങളും ഇന്നത്തെ പല പാർട്ടികളുടെയും ഉൾക്കാഴ്ചകളെയും പുറം കാഴ്ചകളെയും നല്ല വെടിപ്പായിട്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രതിച്ഛായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ, അത് ബാലേന്ദ്രമേനൻ ആയിക്കോട്ടെ, നിവിൻ ആയിക്കോട്ടെ, ഷറഫ് ആയിക്കോട്ടെ, വിഷ്ണു അഗസ്ത്യ ആയിക്കോട്ടെ, അരിഷി അശോകനായിക്കോട്ടെ, ആ പുതിയ നായിക പോലും, അവരെല്ലാം നല്ല മികച്ച രീതിയിൽ സ്ക്രീനിൽ അവർക്ക് കിട്ടിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രം മാത്രമാണ് ഈ സിനിമയുടെ നെടുംതൂണ് എന്ന് പറയുന്നത്. ആ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സിനിമ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും.